ചേട്ടാ വൈകുമോ? ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നു. ആര്യമോളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണം ഇതായിരുന്നു: ഉടനെ എത്താമെന്ന് ഞങ്ങളും. ഒറ്റമുറി വീട്ടിൽ നിന്ന് രാവും പകലുമില്ലാതെ പാഠപുസ്തകത്തിലൂടെ വിജയത്തിലേക്ക് നയിച്ച ദിനങ്ങൾ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കളെ നല്ല നിലയിലെത്തിക്കുക. എന്നാൽ ചെയ്തു തീർക്കാൻ വിധി വിസമ്മതിച്ചു. ഹൃദയാഘാതം മൂലം അച്ഛൻ സുനിൽകുമാർ 1.5 വർഷം മുന്നേ മരണത്തിന് കീഴടങ്ങി. മനസ്സ് പിടഞ്ഞുപോയ ആര്യ അച്ഛന്റെ ആഗ്രഹം മുറുകെ പിടിച്ച് പോരാടി. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കി. സന്തോഷം നിറഞ്ഞ ആര്യയുടെ വാക്കുകൾ: എന്നെ ആൽഫക്കാര് ട്യൂഷൻ സെന്ററുകാര് അച്ഛൻ മരിച്ചതിന് ശേഷം ഫ്രീക്കാണ് പഠിപ്പിച്ചത്. ഫീസ് വാങ്ങാതെ പഠിപ്പിച്ച് അവരുടെ സ്നേഹവും സപ്പോർട്ടും, അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചറും എല്ലാവരും സാറന്മാരെ എല്ലാം സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് ഇത്രയും നേടിയെടുക്കാൻ സാധിച്ചത്. ഭാവിയിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന സേവനം ചെയ്യുന്ന ഡോക്ടർ ആവാനാണ് ആഗ്രഹം. മെഡിക്കലാണ് ഇഷ്ടം. ഇപ്പൊ സയൻസ് എടുത്ത് നീറ്റ് ക്രാക്ക് ചെയ്ത് MBBS എടുക്കാനാണ്. അച്ഛന്റെ മരണത്തോടുകൂടി അമ്മ അജിത ജീവിതമാർഗം തേടിയിറങ്ങി. ഹോട്ടൽ ജീവനക്കാരിയായി ജോലി തുടങ്ങി. മക്കളായ ആര്യയ്ക്കും അമൃതയ്ക്കും എല്ലാം അമ്മയായി. എന്നാൽ യൂട്രസ് സംബന്ധമായ അസുഖം സംബന്ധിച്ച് 2 ആഴ്ച മുന്നേ അജിതയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ജോലിക്ക് പോവാൻ വയ്യാത്ത അവസ്ഥ. തളരാത്ത മോളുടെ വിജയം ആശ്വാസകരമെന്ന് അമ്മയുടെ വാക്കുകളിൽ വ്യക്തം. ഒരു ഹോട്ടലിൽ ഞാൻ 1.5 വർഷമായിട്ട് പണിക്ക് പോവുകയാണ്. പെട്ടെന്ന് അവിടെ വന്ന് വെച്ച് അസുഖം വന്ന് പിന്നെ ഡിയാൻസ് ചെയ്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഓപ്പറേഷനാക്കി പോയി. മാത്രമല്ല പെൻഷൻ പൈസയും കൊണ്ട് ഞാൻ MRI എടുക്കാനാണ് പോയത്. പെട്ടെന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ വേറെ അസുഖമായിട്ട് മാറും. പിന്നെ അത് കടയ്ക്കാൻ എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു. 16 ദിവസമായി ഇവിടെ വന്നിട്ട്. സന്തോഷം. എൻ്റെ മോള് പഠിച്ച് ഒരു MBBS ആയി. എല്ലാവരുടെ അനുഗ്രഹത്തോടെ കിട്ടണമെന്നാണ് എൻ്റെ ആശ. കമ്മൽ വിറ്റ് അമ്മയുടെ ഓപ്പറേഷന് തുക കണ്ടെത്തി. ബാക്കി ഇൻഷുറൻസിൽ ലഭിച്ചു. 1.5 മാസം കഴിയുമ്പോൾ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പണം വേണം. അതിനായി 4ാം തരത്തിലും 8ാം തരത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോവുകയാണ് ആര്യ എന്ന കൊച്ചുമിടുക്കി. അച്ഛന്റെ ആഗ്രഹം മുറുകെ പിടിച്ച പോലെ അമ്മയ്ക്കും അനിയത്തിക്കും ചോർന്നൊലിക്കാതെ സുഖമായി അന്തിയുറങ്ങാൻ വീട് വേണം. ലക്ഷ്യം നേടാനും മുന്നോട്ടു പോവാനും മന്ത്രിയോടും ഉദ്യോഗസ്ഥരോടുമൊക്കെ ആര്യയ്ക്ക് പറയാൻ വാക്കുകൾ ഏറെയുണ്ട്. പഠനത്തിന് ചെലവ് വരുമെന്നാണ് പറയുന്നത്. ആവും. അതിനൊക്കെ ഈശ്വരനൊരു വഴി കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെ പോലെയുള്ള കുട്ടികൾ ഇനിയും കാണും. വളരെ കഷ്ടപ്പെട്ട് സാഹചര്യത്തിൽ പഠിച്ചു വന്നവരുമുണ്ട്, വളരുന്നവരുമുണ്ട്. അവർക്കൊക്കെ ആവശ്യത്തിനുള്ളത് ഗവൺമെൻറ് നൽകണം. കാരണം നമ്മൾ തന്നെ 2 പെൺകുട്ടികളാണ്. അത് ഈ വീട് അച്ഛനോടി പോയപ്പം ഉള്ളിൽ കാണുമല്ലോ, ആരും ഇല്ല, അമ്മയും 2 പെൺമക്കളും. അതിൻ്റെ ഒരു പേടിയുണ്ട്. പിന്നെ ഒരു നല്ലൊരു വീടാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു. അത് ഗവൺമെൻറ്റിൽ നിന്ന് ലൈഫ് മിഷന് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഭാവി എന്ന് പറയുന്നത് ആര്യയ്ക്ക് ഒരു മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു പൊസിഷനിലെത്തുക, അതിലേക്കുള്ള ചവിട്ടുപടി കൂടിയാണ് ഈ 10ാം ക്ലാസ്സിലെ ഫുൾ A+ വിജയം. ഈ വിജയത്തിലേക്ക് ഇനിയും ഒരുപാട് മുന്നേറാൻ ആര്യയ്ക്ക് കഴിയട്ടെ എന്ന് റിപ്പോർട്ടർ TVയുടെ പേരിൽ ഇവിടെ ആശംസിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരക്കുണ്ട്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.